ഹായ്, ഇന്നത്തെ നമ്മുടെ കഥ യഥാർത്ഥ തപസ്. ഹിമാലയത്തിന്റെ താഴ്വരയിലെ ഒരു ആശ്രമത്തിൽ ജ്ഞാനിയായ ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനും താമസിച്ചിരുന്നു. ഗുരു ദീർഘകാലത്തെ കഠിനമായ തപസ്സിലൂടെ ഈശ്വരദർശനം നേടിയ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ശാന്തതയും ജ്ഞാനത്തിന്റെ പ്രകാശവും കാണുമ്പോൾ ആർക്കും അത് മനസ്സിലാകും. തന്റെ ഗുരുവിനെപ്പോലെ ദൈവത്തെ നേരിൽ കാണണമെന്നായിരുന്നു ശിഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ ഗുരുവിനോട് അനുവാദം വാങ്ങി ആശ്രമത്തിൽ നിന്ന് അല്പം ദൂരെ വനത്തിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് തപസ് ആരംഭിച്ചു. ദിവസങ്ങളോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഠിനമായ മഞ്ഞും വെയിലും സഹിച്ച് അവൻ ധ്യാനത്തിലിരുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവന് ഈശ്വരന്റെ ഒരു ദർശനം പോലും ലഭിച്ചില്ല. പലതവണ പരാജയപ്പെട്ടപ്പോൾ അവൻ നിരാശയോടെ ഗുരുവിന്റെ അടുത്തെത്തി. ഗുരോ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കഠിനമായി തപസ്സനുഷ്ഠിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ കാണാൻ കഴിയാത്തത്? എന്റെ തപസ്സിൽ എന്തെങ്കിലും കുറവുണ്ടോ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. ഗുരു ശാന്തമായി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, മകനെ, നീ എല്ലാ ദിവസവും തപസ്സിനായി പോകുന്ന വഴിയിൽ ആരെയും കാണാറില്ലേ? ശിഷ്യൻ ഒരു നിമിഷം ആലോചിച്ചു. ഇല്ല ഗുരോ, ആരും ആ വഴി വരാറില്ല. ഓ ഉണ്ട്, ഒരു അന്ധയായ വൃദ്ധ ഒരു മരച്ചുവട്ടിലിരുന്ന് ഞാൻ അതുവഴി പോകുമ്പോഴെല്ലാം മോനെ, ഈ വഴി ഒന്ന് മുറിച്ചുകടക്കാൻ എന്നെയൊന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ട് നീ എന്തു ചെയ്യും? ഗുരു ചോദിച്ചു. എന്റെ തപസ്സിലേക്കുള്ള യാത്രയിലല്ലേ, ശ്രദ്ധ മാറിയാൽ ലക്ഷ്യം തെറ്റും. ദൈവത്തെ കാണാനുള്ള എന്റെ ധ്യാനം മുടങ്ങുമല്ലോ എന്ന് കരുതി ഞാനവരെ ശ്രദ്ധിക്കാറില്ല, വേഗം നടന്നുപോകും, ശിഷ്യൻ നിഷ്കളങ്കമായി പറഞ്ഞു. ഗുരുവിന്റെ മുഖത്ത് ഒരു വാത്സല്യം നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ ആരെയാണോ കാണാൻ വേണ്ടി കണ്ണുകളടച്ച് കഠിനമായി തപസ്സു ചെയ്യുന്നത്, ആ ദൈവം തന്നെയാണ് കണ്ണ് കാണാത്ത വൃദ്ധയുടെ രൂപത്തിൽ സഹായം അഭ്യർത്ഥിച്ച് എല്ലാ ദിവസവും നിന്റെ മുന്നിൽ വന്നത്. നീ ആ സഹായം നിരസിച്ച ഓരോ തവണയും നീ ദൈവത്തെ തന്നെയാണ് കണ്ടില്ലെന്ന് നടിച്ചു നടന്നകന്നത്. ഗുരു തുടർന്നു, കണ്ണടച്ച് ധ്യാനിക്കുന്നതിൽ മാത്രമല്ല യഥാർത്ഥ തപസ്. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും അവർക്ക് ഒരു കൈത്താങ്ങാകുകയും ചെയ്യുന്നതിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. സേവനമാണ് ഏറ്റവും വലിയ ആരാധനയും തപസ്സും. ആദ്യം ആ വൃദ്ധയെ സഹായിക്കൂ, നിനക്ക് ഈശ്വരദർശനം താനെയുണ്ടാകും. ഗുരുവിന്റെ വാക്കുകൾ ശിഷ്യന്റെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ പോലെ പതിച്ചു. തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അവന് മനസ്സിലായി. യഥാർത്ഥ തപസ് എന്താണെന്നും ഈശ്വരനെ എവിടെയാണ് തിരയേണ്ടതെന്നും അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. കഥ ഇഷ്ടമായോ? കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.